അമൃതം ഗമയ മാതാ അമൃതാനന്ദമയിയുടെ ജീവിത ചരിതം തുടരുന്നു. ഭാഗം 6. ഇതിൽ മാതാ അമൃതാനന്ദമയിയുടെ ജനനവും ബാല്യവും ചില അത്ഭുത സംഭവങ്ങളുമാണ് പരാമർശിച്ചിട്ടുള്ളത്. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വത ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഇത് ഗീതയിലെ ഒരു ഭാഗമാണ്. ഹേ അർജുന, എൻ്റെ ദിവ്യമായ ജന്മകർമ്മങ്ങൾ തത്വത്തിൽ ഗ്രഹിക്കുന്നവൻ ദേഹം വെടിഞ്ഞാൽ പുനർജനിക്കുന്നില്ല, എന്നെ തന്നെ പ്രാപിക്കുന്നു. ക്രിസ്തുവർഷം 1953 സെപ്റ്റംബർ 27 ഞായറാഴ്ചയിലെ പ്രഭാതം ദിവാകരനു പുറമെ ഒരു ആധ്യാത്മിക സൂര്യന്റെ ഉദയത്തിനു കൂടി സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് എത്തിയത്. സ്ഥൂല ജഗത്തിലുള്ളവർ അക്കാര്യം അറിഞ്ഞില്ലെങ്കിലും സൂക്ഷ്മലോകങ്ങളുമായി ബന്ധപ്പെട്ടവർ ആ ദിവ്യമുഹൂർത്തത്തെ പാടിപ്പുകഴ്ത്തിയിരിക്കണം. നീരവ പദചലനങ്ങളോടെ എഴുന്നള്ളുന്ന സൂര്യഭഗവാനെ അക്കാരണം കൊണ്ട് മാത്രം ആരും അറിയാതെ പോകുന്നില്ല. അതുപോലെ എത്രയും അനാർഭാടമായി ഒതുങ്ങുന്ന രീതിയിൽ എളിമത്ത് ഉൾക്കൊള്ളുന്ന സാഹചര്യത്തിൽ വിശേഷിച്ച് ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാതെ ഭൂമി ദേവിയുടെ പരിക്കൻ മടിത്തട്ടിലേക്ക് പിറന്നു വീണ ഒരു പെൺകുഞ്ഞ് പിൽക്കാലത്ത് സ്വന്തം പ്രഭ കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചു. മേൽപ്പറഞ്ഞ ദിവസം ഇടമണ്ണേൽ തറവാട്ടിൽ രാവിലെ 9 മണിക്ക് ശേഷം കാർത്തിക നക്ഷത്രത്തിലുള്ള ശുഭമുഹൂർത്തത്തിൽ ജനിച്ച ആ കുഞ്ഞിന് മാതാപിതാക്കളായ ശ്രീ സുഗുണാനന്ദനും ശ്രീമതി ദമയന്തിയമ്മയും നൽകിയ പേര് സുധാമണി എന്നായിരുന്നു. ആത്മാനന്ദ സുധ വർഷിക്കുന്ന ദിവ്യ നാരീമണിയാണ് അവിടെ ജനിച്ചിരുന്നതെന്നോ അത് ഒരു വിശിഷ്ട ശിശുവാണെന്നോ ഭാവിയിൽ മാതാ അമൃതാനന്ദമയി ദേവി എന്ന പവിത്ര നാമധേയത്തിൽ വിശ്വവന്തിയായി തീരുമെന്നോ 1000 എന്തു നേറുന്ന ആത്മാക്കൾക്ക് ആശ്വാസമരുളുമെന്നോ അവരെ സംസാര പാരാവാര തരംഗങ്ങൾക്കപ്പുറം ശാന്തിധാമത്തിലേക്ക് എത്തിക്കുമെന്നോ ഒന്നും അപ്പോൾ ആരും അറിഞ്ഞില്ല. രാമാവതാരത്തിൽ അയോധ്യയിലെങ്ങും എന്തൊരു ആനന്ദത്തിമിർപ്പായിരുന്നു. കൃഷ്ണാവതാര സമയത്ത് എത്ര ഉജ്ജ്വലമായ പ്രഭാവ പ്രകടനമായിരുന്നു. പക്ഷേ ഈ ശിശുവിന്റെ ആഗമനം ശ്മശാന മൂകത വ്യാപിപ്പിച്ചുകൊണ്ടായിരുന്നു. അതിസാധാരണമായ ഒരു വരവെന്നേ പറയാവൂ. ഇടമണ്ണേൽ തറവാട്ടിൽ സുധാമണിയുടെ ജനനം ആർക്കെങ്കിലും സന്തോഷം ജനിപ്പിച്ചോ എന്ന് സംശയമുണ്ട്. ഭാരതത്തിൽ പൊതുവെ പെൺകുട്ടികളുടെ ജനനം സ്വാഗതം ചെയ്യപ്പെടാറില്ല. ശ്രദ്ധിച്ചു വളർത്തി പഠിപ്പിച്ച് നല്ല തുക മുടക്കി യോഗ്യനായ വരന്റെ കൂടെ പറഞ്ഞുവിടേണ്ട പെൺകുട്ടി ഇവിടെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ മാതാപിതാക്കൾക്കും ഒരു വലിയ ഭാരമാണ്. ആണു പിറന്നാൽ കുരവിയിട്ട് ഘോഷിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ പെണ്ണു പിറന്നാൽ ശവദാഹം കഴിഞ്ഞ വീടാണോ എന്ന് തോന്നും. വലിയ മനക്ലേശത്തെ സൂചിപ്പിക്കുവാൻ പെണ്ണു പിറന്ന വീട് പോലെ എന്ന പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ഇവിടെ സുധാമണിയാകട്ടെ ദമയന്തി അമ്മയുടെ കടിഞ്ഞൂൽ ശിശുവൊന്നുമല്ല, 4ാമതായി പിറന്ന സന്തതിയാണ്. 2 പ്രസവത്തിന് ശേഷം ദമയന്തി അമ്മ 3ാമതായി ഒരു വിചിത്ര ശിശുവിനും ജന്മം നൽകി. സുന്ദരനും തേജസ്വിയുമായ ആ ആൺകുഞ്ഞിന്റെ ദേഹം മുഴുവൻ നീല നിറമായിരുന്നു. വീട്ടിൽ കൃഷ്ണൻ പിറന്നു എന്ന് എല്ലാവരും പറഞ്ഞ് സന്തോഷിച്ചു. പക്ഷേ 53 ദിവസം കഴിഞ്ഞ് ആ കുഞ്ഞു മരിച്ചുപോയി. അതിനുശേഷം ശ്യാമവർണ്ണത്തോടു കൂടിയ ഒരു പെൺകുഞ്ഞിന്റെ ജനനത്തിൽ സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? തികച്ചും കുണ്ഠിതം വളർത്തുന്ന ഒരു പിറവി. കൃഷ്ണാവതാരത്തിൽ മഹാമായയുടെ അവതാരമായ പെൺകുഞ്ഞിനെ കാലിന് നൽകിയിട്ട് കൃഷ്ണൻ ഭൂമിയിൽ വാണു. അതിന് പകരം എന്നോണം കൃഷ്ണനെ വഴിമാറ്റിക്കൊണ്ട് മഹാമായ ഭൂമിയിൽ നിൽക്കാൻ തീരുമാനിച്ചോ എന്ന് തോന്നും. സാധാരണമെന്ന് പറഞ്ഞാലും സുധാമണിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ ഇല്ലാതിരുന്നുമില്ല. ഈശ്വരഭക്തിയും വ്രതചര്യകളും ഉണ്ടായിരുന്ന ദമയന്തിയമ്മ സുധാമണിയെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ ശിവനെയും കൃഷ്ണനെയും ദേവിയെയും എല്ലാം സ്വപ്നത്തിൽ ദർശിച്ചിരുന്നു എന്ന് പറയുന്നു. വേറൊരവസരത്തിൽ ആരോ ഒരു സ്വർണ്ണകൃഷ്ണനെ തനിക്ക് നൽകിയതായി ദമയന്തിയമ്മ സ്വപ്നം കാണുകയുണ്ടായി. അമ്മയുടെ കൃഷ്ണഭാവത്തിന്റെ പൂർവ്വസൂചന ഇതിൽ കാണാം. കടൽ തീരത്തെ ധീവര കുടുംബത്തിന്റെ ചെറിയ മേൽക്കൂരയ്ക്കു കീഴിൽ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കാതെയിരുന്നില്ല. പിറന്ന വീണാൽ ഉടൻ കുഞ്ഞുങ്ങൾ കരയുക പതിവാണല്ലോ. എന്നാൽ ഈ കുഞ്ഞ് കരയുകയേ ഉണ്ടായില്ല. മുഖത്ത് മന്ദഹാസം വിരിഞ്ഞു നിന്നു. അനങ്ങാതെ കിടന്നതേയുള്ളൂ. ശിശുവിന്റെ പാദങ്ങളിലും ഒരു പ്രത്യേകത കണ്ടു. പത്മാസനത്തിലിരിക്കുന്നത് പോലെ കാലുമടങ്ങി പാദം നിവർന്ന് മലർന്നു കാണപ്പെട്ടു. ഇത് ഒരു ന്യൂനതയായി ആദ്യം തോന്നിയെങ്കിലും പിന്നീട് കുഴപ്പമില്ലെന്ന് മനസ്സിലായി. വേറൊന്ന് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചു. കുഞ്ഞിന് നല്ല നീല നിറമായിരുന്നു.
കൃഷ്ണന്റെയും കാളിയുടെയും നിറത്തോട് സാദൃശ്യമുള്ള ദുർവാദള ശ്യാമള കോമളാംഗം. ഇങ്ങനൊരു നിറത്തിന് സാധ്യത കുറവാണ്. അച്ഛനമ്മമാർ ഇരുനിറത്തിൽ വെളുത്തവരാണ്. അതിനനുസരിച്ച് മറ്റു മക്കൾ നല്ല നിറമുള്ളവരാണ്. ഇരുനിറത്തിൽ കറുപ്പ് വന്നാൽ സ്വാഭാവികമെന്ന് കരുതാം. എന്നാൽ നീലനിറം മനുഷ്യ സാധാരണമല്ല. ഇത് എന്തെങ്കിലും രോഗമായേക്കാം. പല വൈദ്യന്മാരെയും കാണിച്ചു, ഫലം കണ്ടില്ല. നിറം മാറ്റമല്ലാതെ ആരോഗ്യഹാനിയില്ലെന്ന് കണ്ട് ചികിത്സ മതിയാക്കി. കാലക്രമത്തിൽ നീലനിറത്തിന്റെ കടുപ്പം കുറയുകയും കറുപ്പാവുകയും ചെയ്തു. കൃഷ്ണസാധന അനുഷ്ഠിച്ചിരുന്ന കാലത്ത് ആ അത്ഭുത ബാലികയുടെ നിറം വീണ്ടും നീലച്ചായുള്ളതായി. എന്നാൽ പിന്നീട് വീണ്ടും ഇരുനിറത്തിൽ കറുപ്പായി. അനന്തരം കൃഷ്ണഭാവ സമയത്ത് മാത്രം സുധാമണിയെ കായാമ്പു നിറത്തിൽ കാണാമെന്നായി. സുധാമണി എന്ന വിചിത്ര ബാലിക 6-ാം മാസം തൊട്ട് തന്നെ വ്യക്തമായി മാതൃഭാഷയായ മലയാളം സംസാരിച്ചു തുടങ്ങി. 7-ാം മാസത്തിൽ എഴുന്നേറ്റോട്ടമായി. സാധാരണയായി കുട്ടികൾ കമിഴ്ന്നു വീഴുകയും മുട്ടിൽ ഇഴയുകയും ചെയ്തതിന് ശേഷമാണല്ലോ നിൽക്കാനും നടക്കാനും തുടങ്ങുന്നത്. എന്നാൽ സുധാമണി അതിനൊന്നും മിനക്കിട്ടില്ല. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നേരെ നിന്നു നടക്കുന്നതിന് മുമ്പ് ഓടാൻ തുടങ്ങുകയും ചെയ്തു. ഇത് എല്ലാവരിലും അത്ഭുതാനന്ദങ്ങൾ ഉളവാക്കി. നന്നേ ചെറുപ്പത്തിൽ തന്നെ നല്ല ചൊടിയും ചുറുചുറുക്കും ഉത്സാഹവുമുള്ള കുഞ്ഞായിരുന്നു സുധാമണി. പറഞ്ഞാൽ ഉടൻ അനുസരിക്കും. എല്ലാവരോടും അതിയായ സ്നേഹമാണ്. അപരിചിതർക്ക് പോലും കുഞ്ഞിനോട് അതിയായ സ്നേഹവും വാത്സല്യവും തോന്നിയിരുന്നു. അതുകൊണ്ട് എല്ലാവരും സുധാമണിയെ കുഞ്ഞ് എന്ന ഓമന പേരാണ് വിളിച്ചിരുന്നത്. സുധാമണിയുടെ ഓർമ്മശക്തി അസാധാരണമായിരുന്നു. കുഞ്ഞിന് 5 മാസം പ്രായമുള്ള സമയം ദമയന്തി അമ്മ വെളിയിലേക്ക് പോയിരുന്നു. കുഞ്ഞ് കരച്ചിലോട് കരച്ചിൽ. സുഗുണാനന്ദൻ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. താരാട്ടുപാടി നോക്കി. രക്ഷയില്ല, കരച്ചിൽ കൂടുന്നതേ ഉള്ളൂ. സുഗുണാനന്ദന് ദേഷ്യം വന്നു. നിന്റെ കരച്ചിൽ തീരാൻ പോകുന്നില്ല, ദാ കിടക്കുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കിടക്കയിലേക്ക് ഒരേറ്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ സുധാമണി സന്ദർഭവശാൽ അച്ഛനോട് പറഞ്ഞു, ഹോ, അച്ഛൻ എന്നെ പണ്ട് വലിച്ചെറിഞ്ഞ ഏറ് കൊല്ലാനുള്ള ഏറായിരുന്നല്ലോ. സുഗുണനച്ഛന് ആദ്യം കാര്യം മനസ്സിലായില്ല. മനസ്സിലായപ്പോൾ അത്ഭുതത്തിന് അതിരില്ലാതെയായി. 5 മാസം പ്രായമുള്ളപ്പോൾ നടന്ന സംഭവം കുഞ്ഞ് അതേപടി ഓർമ്മിച്ചു പറയുന്നു. ഇതുപോലെ പല സംഭവങ്ങളുമുണ്ട്. ദമയന്തി അമ്മ അത്ഭുതത്തോടെ പറഞ്ഞു, മോൾക്ക് നല്ല ഓർമ്മയാണല്ലോ. സുധാമണി, അതെ, എനിക്ക് എല്ലാം നല്ല ഓർമ്മയുണ്ട്. ആ ഓർമ്മയുടെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് ആനന്ദവീഥിയിലൂടെ എന്ന കവിതയിൽ സുധാമണി പിൽക്കാലത്ത് ഇങ്ങനെ രേഖപ്പെടുത്തി. കോടി അബ്ദങ്ങൾ പിന്നിട്ട കഥകളിൻ ചാരുസിരയിൽ ഉദിച്ചുയർന്നു. കോടാനുകോടി അബ്ദങ്ങളിലെ കാര്യങ്ങൾ ഓർമ്മിക്കുന്ന ആ അചിന്ത്യ ശക്തി എന്ന് ചിന്തിക്കാൻ നാം നിർബന്ധിതരായിത്തീരുന്നു. വാക്കുകൾ കൂട്ടി ഉച്ചരിക്കാനുള്ള കഴിവുണ്ടായ കാലം മുതൽ തന്നെ ഭജനകീർത്തനങ്ങൾ പാടുന്നതിൽ സുധാമണി അതിയായ താല്പര്യം കാണിച്ചു തുടങ്ങിയിരുന്നു. 2 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിന്റെ ദിനസരി നാമജപവും സങ്കീർത്തനവുമായി തീർന്നു. ഇത് എത്രയും അസാധാരണമെന്നേ പറയാവൂ. പരപ്രേരണ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലത്. 3-4 വയസ്സ് തൊട്ടേ കുഞ്ഞ് 2-4 വരി കൃഷ്ണസ്തുതി ഉണ്ടാക്കി പാടുമായിരുന്നു. പ്രേമം നിറഞ്ഞ തന്റെ ഹൃദയത്തിൽ നിന്നും ഉറവിടുന്ന ഭക്തിഗാനങ്ങൾ പാടുവാനായിരുന്നു കുഞ്ഞിന് ഏറെ രസം. അരുമത്തം തുളുമ്പുന്ന പൈതലിന്റെ ഈ ബാലലീല എല്ലാവരെയും രസിപ്പിച്ചു. ജപിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും കുഞ്ഞ് ഏതെങ്കിലും ഈശ്വരന്റെ പടത്തിലേക്ക് ഏകാഗ്രമായി നോക്കിയിരിക്കും. അതിമധുരമായ കീർത്തനം, ഹൃദയമലിയിക്കുന്ന കരുണാർദ്രമായ പ്രേമഭക്തി, കർണാനന്ദകരമായ സ്വരം, ഇളം കുരുന്നുപ്രായത്തിൽ എന്തൊരു തന്മയീഭാവമാർന്ന കീർത്തനാലാപം. കേൾക്കാൻ ആളുകൾ ചുറ്റും കൂടും. ആ വിശ്വവശ്യമായ സങ്കീർത്തനാമൃതത്തിന്റെ ആകർഷണത്തിൽപ്പെടാതിരിക്കുക ആർക്കും സാധ്യമല്ല തന്നെ. ഭക്തിയില്ലാത്തവർ പോലും അത് കേട്ട് ലയിച്ചിരിക്കും. ആ ദേവസ്വരത്തിന്റെ മാസ്മരിക ശക്തി എത്രമാത്രമാണെന്ന് ആശ്രമത്തിൽ വന്നിട്ടുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പിൽക്കാലത്ത് അനുഭവിച്ചറിയുകയുണ്ടായി. കുഞ്ഞിനെ ഇട്ടിട്ട് ദമയന്തിയമ്മ അകലെ വെള്ളത്തിന് പോകും. സുധാമണിയും പുറകെ കൂടും. കൂടെ ചെല്ലുന്നത് തടഞ്ഞാൽ കിടന്ന് വിളിവെക്കും, ബഹളം കൂട്ടും. അമ്മയുടെ അടുത്തു നിന്ന് മാറുകയില്ല. മറുത വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ദമയന്തിയമ്മ കുഞ്ഞിനെ പിടിച്ച് മുറിയിലിട്ട് പൂട്ടും. പോരെങ്കിൽ കുഞ്ഞിനെ പേടിപ്പിച്ചടക്കിയിരുത്താൻ ആപ്പീസിലമ്മ എന്ന് ആളുകൾ വിളിക്കുന്ന ഒരു സ്ത്രീ എത്തും. അവർ തലയിൽ ചാക്കിട്ട് മൂടി ജനാലയ്ക്കൽ വന്ന് ഗോഷ്ഠി കാണിക്കും. പോടി എന്ന് പറഞ്ഞ് കുഞ്ഞ് അവരെ ശകാരിക്കും. നിന്നെ എനിക്കറിയാം, നീ ആപ്പീസിലമ്മയാണ്, പേടിപ്പിക്കേണ്ട എന്ന്.
ആപ്പീസിൽ അമ്മ തോറ്റു പിൻവാങ്ങും. കുഞ്ഞിനെ ആർക്കും പറ്റിക്കാൻ പറ്റുകയില്ലായിരുന്നു. 5-ാം വയസ്സിൽ സ്രായിക്കാട്ട് സ്കൂളിൽ സുധാമണിയെ 1-ാം ക്ലാസ്സിൽ ചേർത്തു. അസാധാരണമായ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ആ കുഞ്ഞ് പ്രകടിപ്പിച്ചിരുന്നു. ഒരു കാര്യം ഒരിക്കൽ കേട്ടാൽ പിന്നെ മറക്കുകയില്ല. ഒരിക്കൽ വായിച്ചു കേട്ടാൽ ആ പുസ്തകം മനഃപ്പാഠമാണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിനും മുഴുവൻ മാർക്കും കിട്ടിയിരുന്നു. പലപ്പോഴും സ്കൂളിൽ പോകാതിരുന്നാലും മാർക്കിന് കുറവൊന്നുമില്ല. വീട്ടിൽ വന്നാൽ ജോലി ചെയ്യാൻ കാണും, അല്ലെങ്കിൽ ഭക്തിലഹരിയിൽ എല്ലാം മറന്നിരിക്കും. അതിനാൽ അടുത്ത ദിവസം എഴുതിക്കൊണ്ടുവരാനുള്ള ഗൃഹപാഠം സ്കൂളിൽ വച്ച് തന്നെ ഇടവേളയിൽ എഴുതി ശരിയാക്കി വച്ചിരിക്കും. എന്നിട്ടായിരിക്കും വീട്ടിൽ വരിക. അപ്പോൾ പിന്നെ ഈശ്വരചിന്ത ചെയ്യാനുള്ള സമയം സ്കൂൾ കാര്യത്തിനു വേണ്ടി ചിലവഴിക്കേണ്ടല്ലോ. സ്കൂളിൽ വെറുതെയിരിക്കുന്ന സമയം ബഹളം കൂട്ടി നടന്നു പാഴാക്കാതെ വേണ്ടതുപോലെ വിനിയോഗിക്കുവാനും കഴിഞ്ഞു. ഒരു നിമിഷം വെറുതെ നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ ഒറ്റ നിമിഷവും പാഴായി പോകാതിരിക്കാൻ ചെറുപ്രായത്തിൽ തന്നെ സുധാമണി ശ്രദ്ധിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ, മറ്റെന്തും വീണ്ടെടുക്കാം, ഒരു നിമിഷം നഷ്ടമായാൽ വീണ്ടും കിട്ടുകയില്ല എന്ന് പിൽക്കാലത്ത് അമ്മ കൂടെ കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാറുണ്ട്. സ്വയം അനുഷ്ഠിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. ഉപദേശിക്കുന്നതിനു മുമ്പ് അനുഭവത്തിൽ വരുത്തണം. സ്കൂളിൽ നിന്ന് വന്നാലുടൻ സുധാമണി വീട്ടുജോലികളിൽ ശ്രദ്ധിക്കും. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണനെ മറന്നൊരു നേരമില്ല. 7-ാം വയസ്സിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മൂത്തവർ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന പാഠങ്ങളെല്ലാം മറ്റുള്ളവർ വായിക്കുന്നത് കേട്ട് സുധാമണിക്ക് മനഃപ്പാഠമായിരുന്നു. മൂത്ത സഹോദരൻ കവിത കാണാപ്പാഠം ചൊല്ലാത്തതിന് ക്ലാസ്സിൽ തല്ലുകൊണ്ട് പുളയുമ്പോൾ കൊച്ചുകുട്ടിയായ സുധാമണി ആ പാട്ടെല്ലാം ആദ്യാവസാനം പാടി രസിച്ച് ഓടി നടക്കുമായിരുന്നു. എന്നാലും താല്പര്യം മുഴുവനും ഭക്തിഗാനങ്ങളോടായിരുന്നു. സന്ദർഭാനുസരണം എന്തു യുക്തിയും പറഞ്ഞൊപ്പിക്കാനുള്ള കഴിവ്, പഠിപ്പിലുള്ള സാമർഥ്യം, വീട്ടുജോലികളിലുള്ള ഉത്സാഹം, മധുരമായി ഭക്തിഗാനങ്ങൾ പാടാനുള്ള മിടുക്ക്, പാവങ്ങളോട് കാണിക്കുന്ന കരുണ, ഇതെല്ലാം കൂടി സുധാമണിയെ ഏവർക്കും പ്രിയമുള്ളവളാക്കി. കണ്ണനോട് ഒട്ടി നിന്നപ്പോഴും മണ്ണിനോടുള്ള കടമ നിറവേറ്റാൻ ആ ബാലിക മറന്നില്ല. തന്റെ അമ്മയെയും സഹോദരങ്ങളെയും പരമാവധി സഹായിക്കാൻ സുധാമണി മനസ്സു നിറയെ പാടുപെട്ടു. എന്തെങ്കിലും ഒഴിവ് കഴിവ് കണ്ടുപിടിച്ച് അലസയായിട്ടിരിക്കാൻ കുഞ്ഞു ചിന്തിച്ചതുപോലുമില്ല. എങ്കിലും ദമയന്തി അമ്മയുടെ നിർദ്ദയഹസ്തം കൊച്ചു സുധാമണിയുടെ മേനിയിൽ പാടുകൾ വീഴ്ത്തിയിരുന്നു. കാരണം പലതാണ്. ദമയന്തി അമ്മ പണ്ടേ മുൻകോപിയാണ്. പോരെങ്കിൽ തൈരും മറ്റും ആരും കാണാതെ എടുത്തു കുടിക്കുവാൻ സുധാമണിക്ക് സാമർഥ്യവും കൂടുതലായിരുന്നു. വെറുതെയല്ല, കുടിച്ചെടുത്തോളം ഭാഗം കുറവ് വരാതെ വെള്ളമൊഴിച്ചു വച്ചേക്കും. പഞ്ചസാരയും തേങ്ങയും ഒക്കെ കട്ടുതിന്നെങ്കിലുമായി. അതിനുള്ള അടിയും കൈപ്പറ്റും. പണം വച്ചിരുന്നാൽ കാണുകയില്ല. സുധാമണി അതെടുത്ത് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തിരിക്കും. കഷ്ടപ്പെടുന്നവർക്കാണ് കൊടുക്കുന്നതെന്ന കാര്യം വേറെ. ഒരു വീട്ടമ്മയ്ക്ക് അത് ചിന്തിക്കേണ്ട കാര്യമില്ല. മോഷ്ടിച്ചോ എങ്കിൽ തല്ലും. പെൺകുട്ടികൾ കള്ളം ശീലിച്ചു വളർന്നാലുള്ള നാണക്കേട് പറഞ്ഞറിയിക്കണമോ? ചെറുപ്പത്തിൽ തന്നെ നല്ല തന്റെ ഇടമുണ്ടായിരുന്നതിനാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ സുധാമണിയെ അയൽപ്പക്കങ്ങളിൽ വിടുമായിരുന്നു. അതുതന്നെ തരം. ഏതെങ്കിലും വീട്ടിൽ ഉച്ചയ്ക്ക് തീ പുകയുന്നില്ലെങ്കിൽ സുധാമണി അവിടെ ചെന്ന് കയറും. വിവരം തിരക്കും. പട്ടിണിയാണെന്ന് കണ്ടാൽ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചു കൊണ്ടു ചെന്ന് കൊടുക്കും. അല്ലെങ്കിൽ അച്ഛനോട് ശാഠ്യം പിടിച്ച് രൂപ വാങ്ങിക്കൊണ്ടുപോകും. ഒന്നും പറ്റിയില്ലെങ്കിൽ സ്വന്തം അടുക്കളയിലെ ആഹാരം മോഷ്ടിച്ചു കൊണ്ടുപോയി അവർക്ക് നൽകും. സുധാമണിയുടെ മോഷണത്തിന് ഒരു മറുവശവും ഇല്ലാതില്ല. ആ രഹസ്യം അച്ഛനമ്മമാർക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിലെ പ്രസിദ്ധിയായ കള്ളി സുധാമണിയാകയാൽ എന്ത് മോഷണം പോയാലും മറ്റാരെയും സംശയിക്കുകയില്ല. പോയത് വാസ്തവമെങ്കിൽ കട്ടത് സുധാമണി തന്നെ. അത് മറ്റ് സഹോദരങ്ങൾക്ക് തക്കമായി. അവരുടെ വീതത്തിന് അവരും കക്കും. അതിൻ്റെയും കൂടി മർദ്ദനം പലിശ ചേർത്ത് വാങ്ങുന്നത് സുധാമണിയായിരിക്കും. കള്ളനെ കുഞ്ഞിനറിയാം, പക്ഷേ മിണ്ടുകയില്ല. നിശബ്ദമായി നിന്ന് തല്ലെല്ലാം ഏറ്റുവാങ്ങും. മറ്റുള്ളവരുടെ പാപവും ദുഃഖവും ഏറ്റുവാങ്ങി സ്വയം അനുഭവിച്ച് അവരെ രക്ഷിക്കുന്നതിൽ ആ കൊച്ചുബാലിക സംതൃപ്തി കണ്ടു. മറ്റുള്ളവർക്ക് വേണ്ടി താൻ ദുഃഖിക്കാം, അവർ ആനന്ദമായിരിക്കട്ടെ എന്നായിരുന്നു സുധാമണിയുടെ മനോഭാവം. തന്റെ ത്യാഗം മാതാപിതാക്കളിൽ നിന്ന് ഗോപ്യമായി വയ്ക്കുവാൻ സുധാമണി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ത്യാഗം പരസ്യത്തിനുള്ള വസ്തുവല്ല എന്ന് സൂക്ഷ്മതത്വം ആ കുഞ്ഞിനറിയാമായിരുന്നു എന്നത് സാമാന്യ ദൃഷ്ടിയിൽ വിസ്മയകരമാണ്. ഇടതുകൈ ചെയ്യുന്ന ത്യാഗം വലതുകൈ അറിയരുത് എന്നാണല്ലോ. ജോലി സംബന്ധമായി ദൂരെ പോയിരുന്ന സുഗുണനച്ഛന്റെ വരവ് മിക്കവാറും മക്കൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും. ഭർത്താവ് വന്നാലുടൻ ദമയന്തി അമ്മ മകളുടെ കുറ്റങ്ങൾ വിസ്തരിച്ച് പറയാൻ തുടങ്ങും. ഇത്തരം ഒരവസരത്തിൽ ഉറക്കം നടിച്ചു കിടന്നിരുന്ന സുധാമണി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, "ഞാൻ നിങ്ങളുടെ മകളല്ല, മരുമകളാണ്."
ദമയന്തി അമ്മ പകച്ചിരുന്നു, അനങ്ങിയില്ല. 6-7 വയസ്സുള്ള കുട്ടിയുടെ വാക്കുകളാണ്. അതിൻ്റെ അർത്ഥമോ? മകളാണെങ്കിൽ പെറ്റമ്മ ക്ഷമിക്കും, അച്ഛനോട് പറയുകയില്ല. മരുമകളാണെങ്കിൽ 1-ന് 10 വെച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറിയിരുന്ന കുഞ്ഞിന് ചെറുപ്പത്തിൽ ധാരാളം പൊടിക്കൊച്ചുങ്ങൾ കൂട്ടുണ്ടായിരുന്നു. തരം കിട്ടിയാൽ അവർ സുധാമണിക്ക് ചുറ്റും വന്നുകൂടും. അവർ ഒരുമിച്ച് പശുക്കൾക്ക് പോച്ച പറിക്കാൻ പോകും. ഇത്തരം ജോലികൾ പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതല്ലെങ്കിലും കുഞ്ഞു കുട്ടിനുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് വലിയ ഉത്സാഹമാണ്. അവർക്ക് സുധാമണിയോട് എന്തോ വലിയ ആകർഷണവും സ്നേഹവും തോന്നിയിരുന്നു. ജോലി കഴിഞ്ഞാൽ അവർ സുധാമണിയോടുകൂടി ഓടിച്ചാടി കളിക്കും, കുടുകുടു കളിക്കും. അതിനിടയ്ക്ക് ഈശ്വരപരമായ കളികളിലേക്ക് കുഞ്ഞ് മറ്റു കുട്ടികളെ ആകർഷിച്ചു പോന്നു. കൃഷ്ണലീലകളും മറ്റും കളിക്കുവാൻ സുധാമണി മുൻകൈയെടുത്തിരുന്നു. കൂട്ടത്തിൽ കൂട്ടുകാരെ കൊണ്ട് ഈശ്വരസ്തുതികൾ പാടിക്കുവാൻ പ്രത്യേകം ഉത്സാഹിച്ചിരുന്നു. തന്നെ പോലെ തന്നെ അവരും ചെറുപ്പം തൊട്ട് ഭഗവത് ഭക്തരാകുന്നത് കാണാൻ കുഞ്ഞിന്റെ ഹൃദയം വമ്പി. ആരുടെയും ഹൃദയം കവരുന്ന കൊച്ചു സുധാമണിയുടെ ഗുണവിശേഷങ്ങൾ അവർണ്ണനീയങ്ങളാണ്. അതേസമയം ആ പിഞ്ചോമനയുടെ ഏറ്റവും വലിയ സവിശേഷത ശൈശവം തൊട്ടുള്ള ഈശ്വര പ്രേമോന്മാദമായിരുന്നു. ഒരിക്കൽ അമ്മ ഇതേപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞിലെ മുതൽക്ക് എനിക്ക് ഈശ്വരന്റെ ദിവ്യനാമങ്ങളോട് അതിരറ്റ പ്രേമമുണ്ടായിരുന്നു. ഓരോ ശ്വാസത്തോടും കൂടി നിരന്തരം നാമം ജപിക്കുമായിരുന്നു. സ്ഥലമോ കാലമോ കർമ്മമോ ഒന്നും നോക്കാതെ എവിടെയും ഞാൻ ഈശ്വരന്റെ ചിന്തയിൽ തന്നെ കഴിഞ്ഞു പോന്നു. പ്രേമഭക്തിയോടെ നിരന്തരം ഈശ്വരസ്മരണയും നാമജപവും നടത്തുന്നത് ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധകന് ഏറ്റവും സഹായകരമാണ്. മറ്റു കുട്ടികളുമായി കളിക്കുകയും വീട്ടുജോലികളെല്ലാം ഉത്സാഹത്തോടെയും ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിലും കുഞ്ഞിന്റെ മനസ്സ് സദാ ഈശ്വരനിൽ തന്നെ ലയിച്ചിരുന്നു. എൻ്റെ സന്ദേശം എൻ്റെ ജീവിതമാണ് എന്ന് അമ്മ ചെറുപ്പം മുതൽ ജീവിച്ചു കാണിച്ചു തരികയാണ് ചെയ്തത്. ഇതിനുവേണ്ടി എന്തു ക്ലേശവും ത്യാഗവും സഹിക്കാൻ താൻ സദാ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഏതു സ്തുതിയും ഒരിക്കൽ കേട്ടാൽ മതി, ഹൃദയസ്ഥമാകും. മറ്റു പാട്ടുകൾ നമ്മെ നാശഗർത്തത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഭക്തിഗാനങ്ങൾ നമ്മെ അമൃതത്വത്തിലേക്ക് ഉയർത്തിവിടുമെന്ന് ആ കുഞ്ഞോമന മകൾ അനുഷ്ഠാനത്തിലൂടെ വിളംബരം ചെയ്തുകൊണ്ടിരുന്നു. ആചരണമാണ് ഉത്തമമായ പ്രചരണം. അക്കാര്യം ആ പൂമ്പൈതൽ എപ്പോഴും തെളിയിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിന്റെ പ്രേമാർദ്രമായ സ്വരം കേട്ടവർ ആ ദിവ്യബാലികയെ മനസ്സിന്റെ ഊഞ്ഞാലിലാട്ടി നിർവൃതി കൊണ്ടു. അവരുടെ നിശാസ്വപ്നങ്ങളുടെ വിശുദ്ധമായ വിഹായസിൽ ആ പൈതൽ പറന്നെത്തിയിരുന്നു. അവർ തങ്ങളുടെ ദിവാസ്വപ്നങ്ങളിൽ ആ കൊച്ചുമീരയുടെ നാദധാരയോട് ലയിച്ചു ചേർന്നുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. തങ്ങൾക്ക് ലഭിച്ച അസുലഭ ഭാഗ്യത്തിൽ ബാഹ്യപ്രകൃതിയും പുളകമണിഞ്ഞിരിക്കണം. പൗരാണിക ഋഷികളെ പോലെ പ്രകൃതിയുടെ ഹൃദയത്തടിപ്പുകൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വൃക്ഷലതാദികൾ സുധാമണിയെ നോക്കി ഇങ്ങനെ തേങ്ങുന്നതായി തോന്നുമായിരുന്നു. ഓ നാദമയി, നീ നാമാമൃതവും തൂകി ഞങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ കരുണ കാണിച്ചല്ലോ. അല്ലയോ പ്രേമമയി, നിന്റെ ചിലമ്പൊലിക്ക് വേണ്ടി എത്ര രാവുകൾ ഞങ്ങൾ തപസിരുന്നു. സ്നേഹത്തിന്റെ ശീതല പ്രവാഹമേ, നടക്കാൻ കാലുകളില്ലാത്ത ഞങ്ങളിലേക്ക് നീ കൃപാസമീരണനിലൂടെ ഒഴുകിയെത്തിയണഞ്ഞല്ലോ. ഈറൻ രാവുകൾ ഹിമബിന്ദുക്കളിലൂടെ ഈശ്വരനു വേണ്ടി കണ്ണുനീർ വാർത്തു. ആഷാഢസന്ധികൾ പൊട്ടിക്കരഞ്ഞ് പേമാരി തൂക്കി. രാക്കിളികൾ പാടി പൊന്നോമനെ സുധാമണി നിന്റെ ഇളം തനുവിനെ തലോടിയെത്തുന്ന ശീതപവനൻ വന്ന് സ്പർശിക്കുമ്പോൾ ആത്മഹർഷമണിഞ്ഞ് ഞങ്ങൾ പുളകിതരാകുന്നത് എന്താണ്? നിന്റെ ഘനനീല കളേബരത്തെ മാറോടടുക്കി നിശീഥിനെ വീർപ്പടക്കാൻ പാടുപെട്ട് സാഗരഹൃദയത്തിലൂടെ വിങ്ങിപ്പൊട്ടുന്നതെന്തേ? പ്രകൃതിയുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ ആ പാവനമൂർത്തി സ്വസാന്നിധ്യം കൊണ്ട് സൂക്ഷ്മതലങ്ങളിൽ ശാന്തി നിറച്ച് ഭജനാനന്ദത്തിൽ ലയിച്ചു നടന്നു. അമൃതാനന്ദത്തിന്റെ അമലനിർദ്ധരി ഭക്തിയുടെ അലകളിളക്കി പതഞ്ഞൊഴുകി. 4-5 വയസ്സായപ്പോൾ മുതൽ സുധാമണിയുടെ പെരുമാറ്റത്തിൽ മറ്റൊരു പ്രത്യേകത കണ്ടു തുടങ്ങിയിരുന്നു. ഓടിച്ചാടി കളിക്കുകയും ദിനകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനിടയ്ക്ക് കുഞ്ഞ് അന്യമനസ്കയാകും. ലോകകാര്യങ്ങളിൽ നിന്ന് മനസ്സ് പിന്തിരിഞ്ഞ് അന്തർമുഖയായിത്തീരും. എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരിക്കും. തികച്ചും മൗനം, നിശ്ചലം. ചിലപ്പോൾ കായലരികിൽ ചെന്ന് ധ്യാനിച്ചിരിക്കും. വെള്ളത്തിൽ തത്തിക്കളിക്കുന്ന മീനുകളെ നോക്കി രസിക്കുകയാണെന്ന് അകലെയിരിക്കുന്നവർക്ക് തോന്നും. ബ്രഹ്മസമുദ്രത്തിലെ ജീവമത്സ്യങ്ങളെ പോറ്റുന്ന ഒരു അരയത്തി പെൺകിടാവിനെ പാർത്ത് മാനത്തെ ഗരുഡന്മാർ വട്ടമിട്ട് പറന്നിരുന്നു. തന്റെ സ്വരൂപബോധത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു പോകുക യൗവനത്തിൽ സുധാമണിയുടെ സ്വഭാവമായി തീർന്നു. ഏത് ആൾക്കൂട്ടത്തിലായാലും നിമിഷനേരം കൊണ്ട് ഉയർന്ന ഭാവഭൂമിയിലേക്ക് പൊങ്ങിമറിയുന്നത് കണ്ടിരുന്നു. 4-5 വയസ്സ് ആയപ്പോൾ ആ ചെറുപ്പത്തിലും കുഞ്ഞിന് ഇത് അവസ്ഥയുണ്ടായിരുന്നു എന്ന് മാതാപിതാക്കളുടെ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ജന്മം സാധന കൊണ്ട് നേടിയെടുത്തതല്ല, ജന്മനാ ഉള്ള ആത്മീയതയാണ് സുധാമണിയിൽ കാണപ്പെട്ടിരുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കുഞ്ഞ് ചിലപ്പോൾ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കും, ചിലപ്പോൾ മാനത്തേക്ക് കണ്ണു നട്ടിരിക്കും, അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കും. ഇങ്ങനെ അവിടെയും ഇവിടെയും പോയി അനങ്ങാതെ കുത്തിയിരിക്കുന്നതിന് മാതാപിതാക്കളും മറ്റും കുഞ്ഞിനെ ശാസിക്കുമായിരുന്നു. ഓടിച്ചാടി കളിക്കേണ്ട പ്രായത്തിൽ കൂനിക്കൂടിയിരിക്കുന്നോ?
എന്തെങ്കിലും മാനസികമായ വൈകല്യമാകാൻ സാധ്യതയുണ്ട്. ഈ ചിന്ത മാതാപിതാക്കളെ അലട്ടി. സുഗുണാനന്ദൻ പറഞ്ഞു, അന്ന് കുഞ്ഞ് ധ്യാനത്തിലിരിക്കുകയാണ് എന്ന് ഞങ്ങളെങ്ങനെ മനസ്സിലാക്കാനാണ്? കുഞ്ഞിനെ അതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. വീട്ടിലോ നാട്ടിലോ ഉള്ള ആരും ധ്യാനിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടുമില്ല. പിൽക്കാലത്ത് വിവരമുള്ളവർ വെളിയിൽ നിന്ന് വന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞ് ധ്യാനിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പണ്ട് കുഞ്ഞ് ധ്യാനിക്കുമ്പോൾ അനങ്ങാതെ കല്ലുപോലെയിരിക്കും. ശ്വാസം പോലും കാണുകയില്ല. കുഞ്ഞ് മരിച്ചുപോയി അല്ലെങ്കിൽ മരിച്ചു പോകും എന്ന് ചിന്തിച്ച് പലപ്പോഴും വീട്ടിലുള്ളവർ തല്ലിയലച്ച് കരഞ്ഞിട്ടുണ്ട്. ധ്യാനത്തിനെക്കുറിച്ചും സമാധിയെക്കുറിച്ചും ഞങ്ങൾക്ക് അത്രയേ അറിയുമായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പോലെയാണ് കുഞ്ഞ് ചെറുപ്പത്തിലും ധ്യാനിച്ചിരുന്നത്. കുഞ്ഞ് ഇതൊക്കെ തനിയെ എങ്ങനെ വശമാക്കി എന്നുള്ളതാണ് അത്ഭുതം. ഈ അത്ഭുതത്തെപ്പറ്റി വേണ്ടതുപോലെ ചിന്തിച്ചാൽ സുധാമണിയുടെ ശരിയായ മഹത്വം മനസ്സിലാക്കും. ഇപ്പോഴത്തെ കളരിയുടെ സ്ഥാനത്ത് മുമ്പ് കലിത്തൊഴുത്തായിരുന്നു. അതിൻ്റെ ഒരു വശത്ത് സുഗുണാനന്ദൻ ഒരു മുറി കെട്ടി. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അത് ഉപയോഗിച്ചു. വീട്ടിൽ തീരെ സ്ഥല സൗകര്യമില്ല. ഓടിട്ട ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ 2-3 കൊച്ചുമുറികളും ഒരു അടുക്കളയും. നിന്ന് തിരിയാൻ സ്ഥലമില്ല. കുഞ്ഞിലെ ഈ കാലിത്തൊഴുത്തിലിരുന്ന് സുധാമണി ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക പതിവായിരുന്നു. കൃഷ്ണന്റെയാണ് പശുക്കൾ. അവയോടുള്ള ഇഷ്ടം കൊണ്ട് പശുത്തൊഴുത്തും ഇഷ്ടമായി. മനുഷ്യരുടെ ശല്യം വലുതായിട്ടില്ലാതെ അവിടെ തനിച്ചിരിക്കാം. 2 മനുഷ്യജീവികൾ കൂടി അവിടെ ശരണം പ്രാപിച്ചിരുന്നു. പൊടിച്ചി എന്ന അനാഥയായ ഒരു ക്ഷുരക സ്ത്രീയും അവരുടെ ഒരു കൊച്ചുമകളും. അയ്യോ പാവം തോന്നിയിട്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. പൊടിച്ചിക്ക് സുധാമണിയെ ജീവനായിരുന്നു. എപ്പോഴും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കും. അക്കാലത്ത് ദമയന്തി അമ്മയല്ല അവരാണ് കുഞ്ഞിനെ വളർത്തിയിരുന്നത് എന്ന് പറയാം. അതിനുള്ള പൂർവ്വബന്ധം എന്തേ എന്ന് ഈശ്വരനെ അറിയുകൂടൂ. അങ്ങനെ സുധാമണിയുടെ വാസം തൊഴുത്തിലായി. സ്വപ്നങ്ങളെല്ലാം അമ്പാടി മണിപ്പൈതലിനെ പറ്റിയായി. ചിരിക്കുന്നതും കരയുന്നതും കണ്ണനു വേണ്ടിയായി. ഉണ്ണുന്നതും ഉറങ്ങുന്നതും കണ്ണനു വേണ്ടി മാത്രമായി. 6-7 വയസ്സായപ്പോഴേക്കും കുഞ്ഞിന്റെ ഈശ്വരാവേശം കൂടുതലാകാൻ തുടങ്ങി. ജപ ധ്യാനാദികൾക്ക് പുറമെ കീർത്തനം പാടി നൃത്തവും തുടങ്ങി. ഭക്തിലഹരിയിൽ സ്വയം മറന്ന ആ ബാലികയുടെ ഹൃദയത്തിൽ നിന്ന് കണ്ണന്റെ നാമങ്ങൾ ഉയർന്നു വന്നു. പാഹി പരാത്പരനെ ഗുരുവായൂർപുരാധിപനെ ബാലഗോപാലകനെ ജഗന്നായക ശ്രീധരനെ രാധാപദേ പാഹി കൃഷ്ണ ഗോപികാകാന്തനാം കൃഷ്ണ നന്ദകുമാരനാം കൃഷ്ണ വന്ധ്യവന്ധ്യാത്മജ കൃഷ്ണ. ഈ സ്തുതി സ്വയം രചിച്ച് പാടുമ്പോൾ സുധാമണിക്ക് 7 വയസ്സ് കാണും. കുഞ്ഞ് കീർത്തനം പാടി കറങ്ങിക്കറങ്ങി നൃത്തം ചെയ്യും. ഇതൊക്കെ കുഞ്ഞിന്റെ കുട്ടിക്കളികളെന്ന് എല്ലാവരും എണ്ണി. അവർ ഇതെല്ലാം നോക്കി നിന്ന് ആനന്ദിക്കും. ഭാവോന്മത്തയായി കീർത്തനം പാടിയാടുന്ന ബാലികയ്ക്ക് പലപ്പോഴും പരിസരബോധം കാണുകയില്ല. ചിലപ്പോൾ കഥകടച്ച് മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് നൃത്തം ചെയ്യും. കഥകിന്റെ വിടവിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് ഒരിക്കൽ ദമയന്തിയമ്മ പറഞ്ഞു, കണ്ടോ മോള് നൃത്തം ചെയ്യുന്നത്, അവളെ നമുക്ക് നൃത്തം പഠിപ്പിക്കണം. സൃഷ്ടി ലീലാനൃത്തമാടിക്കുന്ന മഹാമായ ഏതെല്ലാം രീതിയിൽ തുള്ളിക്കുകയും ചെയ്യുമെന്ന് ആര് കണ്ടു? ഈശ്വരഭാവത്തിൽ ഉന്മത്തമായ നൃത്തം എന്തെന്ന് അറിയാവുന്നവർ അന്ന് ഇടമണ്ണയിലും പരിസരത്തും ആരും ഉണ്ടായിരുന്നില്ല. ചൈതന്യന്റെയും മീരയുടെയും മറ്റും ജീവിത ചരിത്രം വായിച്ചവർ ആരെങ്കിലും ആ കാഴ്ച കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ വല്ലതും ഊഹിച്ചെടുക്കുമായിരുന്നിരിക്കണം. എങ്കിൽ പോലും ഇത്ര ചെറുപ്രായത്തിൽ അത്തരം ഉയർന്ന ഭക്തിന്മാദം ആരും പ്രതീക്ഷിക്കുകയില്ല. കാരുണ്യവാരിധേ കൃഷ്ണ, കാലിണ കാണാനൻ എന്നീ 2 സ്തുതികൾ തനിയെ രചിച്ചു പാടുമ്പോൾ സുധാമണിക്ക് 7-8 വയസ്സ് കാണണം. കണ്ണനെ കാണാതെ ആ കൊച്ചു ബാലികയുടെ മനസ്സിന് ശാന്തിയില്ലാതെയായി. കണ്ണനെ കാണാൻ ആ കണ്ണുകൾ ഉഴറി. കണ്ണന്റെ ലഹരിയിൽ നൃത്തം ചെയ്ത് ചെയ്ത് ആ പിഞ്ചുകാലുകൾ കുഴഞ്ഞു. കായാമ്പൂ വർണ്ണ, നിന്നെ കാണാതെ എൻ്റെ കണ്ണുകൾ കാളുന്നു. ഞാൻ കരഞ്ഞ് കരഞ്ഞ് പ്രാണൻ വെടിയുന്നതിന് മുമ്പേ എൻ്റെ കണ്ണ നീ ഓടി വരില്ലേ? നിന്നെ ഞാൻ എത്രയോ കാലമായി വിളിക്കുന്നു. കൃഷ്ണ, നീ ഇത്ര കഠിന ഹൃദയനായിപ്പോയോ? ഒരിത്തിരി കരുണ ഈ ഏഴയോട് കാണിച്ചുകൂടെ? അങ്ങയെ കാണാത്ത ഓരോ നിമിഷവും പാഴായി തോന്നുന്നു കണ്ണ. എൻ്റെ പൊന്നെ മുരളീലോല, നീ ഓടിവാ. കാരുണ്യവാരിധേ കൃഷ്ണ, നിത്യം ഏറുന്നു ജീവിത തൃഷ്ണ. ഇല്ലാ മനസ്സിനു ശാന്തി, അയ്യോ വല്ലാതെയായി വിഭ്രാന്തി. തെറ്റുകളെല്ലാം പൊറുത്തു വന്നെറ്റി വിയർപ്പു തുടയ്ക്കൂ. കണ്ണാ മറ്റില്ലിനി അവലംബം നിന്റെ പദമലർ ചേവടിയെന്നും. തൊണ്ട വരളുന്നു കൃഷ്ണ, കണ്ണു രണ്ടും പതറുന്നു കൃഷ്ണ.
പാദങ്ങൾ രണ്ടും തളർന്നു മണ്ണിൽ വീണുപോകുന്നു ശ്രീകൃഷ്ണ. കാലിന കാണാനിൻ കണ്ണുകളാഹന്ത കാളുന്നു കായാമ്പൂവർണ. കാലികളോടും കുഴൽ വിളിയോടും നീ ഓടിവാ താമരക്കണ്ണ, ഓടിവാ താമരക്കണ്ണ. വെണ്ണയും പാലും തരാനില്ല ഞാൻ, കുറെ വേദനകൾ കാഴ്ചവെക്കാം. കണ്ണീർ കണങ്ങളാം മുത്തുകൾ ഞാൻ എൻ്റെ കണ്ണാ നിൻ കാൽക്കലർപ്പിക്കാം. എത്ര നാളായി വിളിക്കുന്നു ഞാൻ നിനക്കിത്തിരിയും കനിവില്ലേ. ഇത്രമേലെന്തു പിഴച്ചു ഞാൻ, അയ്യോ നീ ഭക്തജനപ്രിയനല്ലേ. കേണുകേണയ്യോ ഞാൻ വീണിടും മുമ്പേ നീ വേണുവുമായിങ്ങു വാവാം. കേവലനാം നിന്നെ കാണാതെ വാഴുവാനാവതില്ലയോ നീ വാവാ. പീലികൾ ചൂടിയ കാർക്കൂന്തൽ കെട്ടുമാ കോമള പൊൻചാന്തു പൊട്ടും. ചേലിടും തൂമഞ്ഞ പട്ടുമെനിക്കൊന്നു കാണുവാനെന്തിനീ കിട്ടും. കാരണപുരുഷ കാമിതദായക കായാമ്പുവർണ്ണ നീ വാവാ. കാലം കളയാതെ ഖേദം വളർത്താതെ കാരുണ്യമൂർത്തേ നീ വാവാ. ഓർക്കണം, ഇത് 6-7 വയസ്സുള്ളപ്പോൾ മാതാ വൃദ്ധാന്തമയി ദേവി എഴുതിയ കവിതകളാണ്. കൃഷ്ണഭക്തിയിൽ മുഴുകി പിടഞ്ഞു കേഴുന്ന ആ പിഞ്ചുബാലികയുടെ ശോകാകുലമായ കൊച്ചുമുഖം ആരിലും സഹതാപം വളർത്തിയിരുന്നു. ഹൃദയമലിയിക്കുന്ന ഈ സ്തുതികൾ എത്രയെത്ര ഭക്തജനങ്ങൾ ഇന്നും നിത്യവും പാടി ഭക്തവിഹുലരായി കണ്ണീരൊഴുക്കാറുണ്ട്. ഹൃദയം പൊട്ടിയൊഴുകുന്ന നിർമ്മല പ്രേമഭക്തിയുടെ വിശുദ്ധമായ തെളിനീർച്ചോലകളാണ് സുധാമണി രചിച്ച സ്തുതിഗീതങ്ങൾ. ചിലപ്പോൾ അവ ജ്ഞാനസരസ്വതിയോട് കൂടിച്ചേർന്നു ഒഴുകാറുണ്ട്. സജ്ജനങ്ങളെ, ഇത്രയുമാണ് ഈ 6-ാം അധ്യായത്തിൽ അമ്മയുടെ അത്ഭുതകരമായ ബാലചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു ഗ്രന്ഥം മുഴുവനും വായിച്ചു കേൾക്കുവാൻ നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടണും അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.